നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു അപൂർവങ്ങളിൽ അപൂർവമായൊരു കഥയും പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ കഥ മക്കളെ പുഴയിലെറിയുന്ന അമ്മ. എന്തൊരമ്മയത്! പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ, തൻ്റെ മക്കളെ പ്രസവം കഴിഞ്ഞ് കൊച്ചിനെ കയ്യിലെടുത്ത ഉടനെ അമ്മ അങ്ങോട്ട് പോവുകയും അടുത്ത് കൂടെ ഒഴുകുന്ന ഒരു രാജ്ഞിയാണ് ഇവർ. രാജ്ഞി ഉടനെ കുഞ്ഞിനെ കൊണ്ട് പുഴയിലേക്കാണ് പോകും. ഗംഗയാണ് ഒഴുകുന്നത്, ആ ഗംഗയിലേക്കാണ് എറിയും. അങ്ങനെ പുഴയിലെറിയുന്ന ഒരമ്മ. ഇതെവിടെ നടന്ന കഥയാണെന്നറിയാമോ? നമ്മുടെ രാജ്യത്ത് പണ്ടുണ്ടായ കഥയാണ്, പുരാണ കഥയാണ്. ശന്തനു മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വനത്തിലേക്ക്, അപ്പോൾ രാജാക്കന്മാർക്ക് ഒരു വിനോദമുണ്ട് കേട്ടോ. മൃഗയാന്ന് പറയും അതിന്, അതായത് പള്ളിനായാട്ട്. കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ അങ്ങോട്ട് പെരുമ്പറ കെട്ടി ഒച്ചപ്പാടുണ്ടാക്കി അങ്ങോട്ട് കാടിളക്കുമ്പോൾ ഈ മൃഗങ്ങൾ അങ്ങോട്ട് പെരുകും കാട്ടിൽ. അപ്പോൾ അവർക്ക് അവിടെ തിന്നാനും കുടിക്കാനും ഒക്കെ കഷ്ടിപുഷ്ടി വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കണം എന്താ? ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കണ കൃഷി വിഭവങ്ങൾ, അതിൻ്റെ ഇതൊക്കെ എടുത്ത്, നെൽകൃഷിയാണെങ്കിൽ നെല്ല്, കരിമ്പിൻ തോട്ടം, വാഴത്തോട്ടം, ഇതൊക്കെ ആനകൾ തിന്നും. അങ്ങനെ മൃഗങ്ങൾ വന്ന് കുത്തി നശിപ്പിക്കും. കപ്പ നട്ട അത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കും. അങ്ങനെ നാട്ടുകാരെ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രാജാവ് വനത്തിൽ പോയി അമ്പെയ്ത് മൃഗങ്ങളെയൊക്കെ കൊല്ലും. അതിനാണ് മൃഗയ എന്ന് പറയുക. അതായത് വനത്തിലുള്ള നായാട്ട്, പള്ളി നായാട്ട് എന്നൊക്കെ പറയും. നായാട്ടിന് പോയി ശന്തനു മഹാരാജാവ്. അങ്ങനെ ഗംഗാനദിയുടെ തീരത്താണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ നടുവിലൂടെയാണ് ഗംഗാനദി ഇങ്ങനെ അതിമനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ഗംഗാനദിയുടെ തീരത്ത് വനത്തിലൊക്കെ നായാട്ടിന് പോയി മൃഗങ്ങളെയൊക്കെ കൊന്നിങ്ങനെ പോയി കഴിയുമ്പോൾ അദ്ദേഹം കാട്ടിൽ വെച്ചൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അതീവ സുന്ദരിയായ സ്ത്രീ. എന്താ ഈ കാട്ടിലിങ്ങനെ വന്നേക്കണേന്ന് വിചാരിച്ച് ആ സ്ത്രീയോട് ചോദിച്ചു, അങ്ങ് ആരാണ് ദേവി? എനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് ഈ വനത്തിൽ ഒറ്റയ്ക്ക്? അതൊന്നും അങ്ങ് അന്വേഷിക്കേണ്ട. അങ്ങേക്ക് എന്നോട് എന്താ ചോദിക്കാനുള്ളത് അത് ചോദിക്കൂ. അപ്പം രാജാവ് വിചാരിച്ചു, ഞാനങ്ങോട്ട് ധൈര്യപൂർവ്വം പറഞ്ഞാലോ, എനിക്ക് ഇവരെ രാജ്ഞിയായിട്ട് കിട്ടുകയാണെങ്കിൽ, വിവാഹം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ കൊട്ടാരത്തിലെ പട്ടമഹിഷിയാക്കാം. രാജാവ് രണ്ട് കൽപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു, ദേവി അങ്ങ് ഞാൻ വിവാഹം കഴിക്കട്ടെ, എൻ്റെ പട്ടമഹിഷിയായിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗാദേവി ഇത്തിരി നേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, എൻ്റെ ഒരു പ്രവർത്തിക്കും അരുത് എന്ന് പറയരുത്, ഒരു തർക്കവിതിര് പറയരുത്. അതിന് സമ്മതമാണോ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ അപ്പം പോകും കൊട്ടാരത്തിൽ. ഉള്ള കാര്യം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഞാൻ നല്ല ഭാര്യയായിട്ടില്ല. അപ്പം രാജാവ് സൗന്ദര്യത്തിൽ അങ്ങോട്ട് മതിമയങ്ങി ആ ദേവിയോട്, സ്ത്രീയുടെ പേര്, ആ സുന്ദരിയുടെ പേര് ഗംഗാദേവി എന്നാണ്. ഗംഗാദേവിയോട് അങ്ങനെ ആവാൻ നമ്മൾ സമ്മതിക്കുകയാണ്. ഗംഗാദേവി അങ്ങനെ പറയാനൊരു കാര്യമുണ്ട്, അത് വേറൊരു കഥയാണ്. ഈ ലോകത്ത് തന്നെയുള്ള 33 കോടി ദേവന്മാരുണ്ട്. ആ ദേവന്മാരിൽ 8 പേര് ഒരമ്മയുടെ മക്കൾ പോലെ, അവരെ അഷ്ടവസുക്കൾ എന്ന് പറയും. ഈ അഷ്ടവസുക്കൾ ഒരു ദിവസം, ഇക്ഷാകു വംശത്തിൻ്റെ കുലഗുരുവാണല്ലോ വസിഷ്ഠ മഹർഷി, അദ്ദേഹം തപസ് ചെയ്യുന്ന നല്ലൊരു ആശ്രമത്തിലാണ്. ഇവരും ഈ പറയണം കൂട്ടുകൂടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ കാനന ഭംഗിയും കണ്ടിങ്ങനെ നടക്കുമ്പോൾ കാട്ടി വെച്ച് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം കണ്ടു. നമുക്ക് മഹർഷിയെ പോയി ഒന്ന് വന്നിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഹർഷി ഉണ്ട് അവിടെ. അദ്ദേഹത്തെ വന്നിച്ചു. മാത്രമല്ല ഈ അഷ്ടവസുക്കളെ അദ്ദേഹം വളരെ ഭംഗിയിൽ സൽക്കരിച്ചിരുത്തി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഇപ്പം റെഡിയാണ്, എല്ലാം റെഡിയാക്കി വരിക. ഞങ്ങൾ വരുന്നൊന്നും അങ്ങോട്ട് പറഞ്ഞിരുന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇത്ര വേഗം ഭക്ഷണം ഉണ്ടാക്കിയ അതൊക്കെ വഴിയുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന്. ഇവരുടെ കൂടെയൊക്കെ ഇവരുടെ ഭാര്യമാരും ഉണ്ട് കേട്ടോ. 8 പുരുഷന്മാരുണ്ട്, 8 ഭാര്യമാരുണ്ട്. ഒരു സംഘമായിട്ടാണ് ചെന്നേക്കണം. മെനിട്ട് വച്ചിട്ട് വസിഷ്ഠ മഹർഷിയുടെ ഭാര്യ പെട്ടെന്ന് ആശ്രമവാസികളും കൂടിയിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് അങ്ങോട്ട് വിളമ്പി. എല്ലാവരും ഇരിക്കൂ, കുളിയും കഴിഞ്ഞ് വന്നിരുന്ന് ഭക്ഷണം. അപ്പം അതിൽ ആപൻ എന്ന് പറയുന്ന ഒരു വസുണ്ട്. ഒരു വസുവിൻ്റെ പേര് ആപൻ എന്നാണ്. 8 പേരിൽ ഒരാൾ. ഈ ആപൻ എന്ന് പറയുന്ന വസുവിൻ്റെ ഭാര്യ കണ്ടു, എവിടുന്ന് ഇത്ര ചൂടെ ആവി പറക്കണോ, ചോറ് വരണോ, സാമ്പാർ, കാളൻ, അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി,
4 കൂട്ടം പ്രഥമൻ, ചൂട്ടുക്കനെ പപ്പടം കാച്ചിയതിൻ്റെ വാസന വരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്ര നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയത് എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൻ്റെ പുറകുവശത്ത് ഒരു ഭാഗത്തായിട്ട്, പുറകുവശത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗത്തായിട്ട് അതിമനോഹരമായൊരു തൊഴുത്ത്. ആ തൊഴുത്തിലൊരു പശുവുണ്ട്. ആ പശു എങ്ങനെയാണെന്ന് വെച്ചാൽ പശു തന്നെ തൊഴുത്ത് നിറഞ്ഞ് വലുതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വലുതായിട്ട് നിൽക്കണ പശുവിൻ്റെ വയറ്റിൽ നിന്ന് വിമാനത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കോണി ഇറങ്ങിയിട്ട് വാതിൽ തുറന്ന് കോണി അങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ട് ഇറങ്ങി വരണ പോലെ ഈ പശുവിൻ്റെ വയറ്റിൽ നിന്ന് തലപ്പാവൊക്കെ കെട്ടി ഒരേപോലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഓരോ ഭടന്മാർ ഓരോരോ പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടിറങ്ങി വരുന്നു. കൊട്ടാരത്തിലെ ഭോജനശാലയെ കൊണ്ടുവയ്ക്കുന്നു. അത് കഴിഞ്ഞ് അവർ പോകുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ പശുവിൻ്റെ വയറ്റിൽ നിന്ന് ഭോജ്യങ്ങൾ, ഭക്ഷണ സാധനം കൊണ്ട് ഭടന്മാരിങ്ങനെ വരിക. എല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞ വഴിക്ക് ഈ കോണി അങ്ങോട്ട് അകത്തേക്കാണ് കയറിപ്പോയി. കതകു അടഞ്ഞു. പശുവിൻ്റെ വയറങ്ങ് അടഞ്ഞു പോയി. പശു ഒന്ന് ചെറുതായി. നല്ല സുന്ദരി പശുവായിട്ട് തൊഴുത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ കൊള്ളാലോ. ആപൻ്റെ ഭാര്യയ്ക്ക് തോന്നി അഷ്ടവസുക്കളിൽ ഒരാളല്ല ആപൻ. ആപൻ്റെ ഭാര്യയ്ക്ക് തോന്നി ഇത് കൊള്ളാലോ, പശുവിനെ കിട്ടിയാ മിനിറ്റ് വെച്ച് സദ്യ ഉണ്ടാക്കാം. എന്തതിൻ്റെ കുട്ടൻസ് മനസ്സിലായില്ലോ. എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനൊരു സൂത്രമുണ്ട്, വെറുതെ ഒന്നല്ല മഹർഷി, നമുക്ക് സദ്യ ഒരുക്കിയ പായസമൊക്കെ 4 കൂട്ടം മിനിറ്റ് വെച്ചുണ്ടായേ, പാത്രത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാന്നാ തന്നെ വയറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആപനോട് മാത്രമല്ല, ആപനെ നിർബന്ധിക്കപ്പെടും, ആ പശുവിനെ നമുക്ക് കൊണ്ടുപോകണം, നമുക്ക് ആ പശുവിനെ പോകുമ്പോൾ നമുക്കതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകണം എന്ന് നിർബന്ധിച്ചു. എന്തിനു പറയണം, ആ പശുവിൻ്റെ പേര് നന്ദിനി പശു എന്നായിരുന്നു. സ്വർഗത്തിലെ കാമധേനുവിൻ്റെ മകളാണ്. കാമധേനു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? കാമിക്കുന്നതെല്ലാം നൽകുന്ന പശു. എന്തു വേണം അതങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി. പശു നമുക്കതങ്ങോട്ട് തരുവാണ്. വലിയൊരു കുട്ടകത്തിൽ നിറയെ പാൽപ്പായസം വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ റെഡി. ഉടനെ പാൽപ്പായസം വന്നു. എനിക്കൊരു വലിയ കുട്ടകം നിറയെ ലഡു വരട്ടെ, ഇതാ റെഡി. ഭക്ഷണ സാധനം മാത്രമല്ല, പട്ടുവസ്ത്രങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ദാ വരണം പട്ടുവസ്ത്രങ്ങൾ. എനിക്ക് ഈ പട്ടുവസ്ത്രവും ഇതും ഇതൊന്നും അല്ല വേണ്ട, എനിക്കൊരു കൊട്ടം അതിമനോഹരമായ മുല്ലപ്പൂവാണ് വേണ്ടത്. അപ്പം വരും മുല്ലപ്പൂവ്. പിന്നെ വേറെ മറ്റെന്തെങ്കിലുമാണ് വേണ്ടത് വെച്ചാൽ എന്ത് വിശിഷ്ട സാധനങ്ങൾ എന്നല്ല, എന്ത് സാധനം. ഇനിയിപ്പോൾ കുറേ ആൾക്കാരെ എൻ്റെ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രധാരണം ചെയ്ത ആൾക്കാരെ ഇറക്കി വരികയും കഴിയാൻ കഴിഞ്ഞാൽ അവർ പോവുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന എന്തും നൽകുന്ന ഒരു പശുവാണ് ഈ നന്ദിനി പശു. സാക്ഷാൽ കാമധേനുവിൻ്റെ മകളാണെന്ന് മനസ്സിലായി. എന്തിനു പറയണു, അവർ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി. ഭാര്യയുടെ നിർബന്ധപ്രകാരം യാപൻ എന്ന് പറയുന്ന വാസു പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി. വാസിഷ്ഠ മഹർഷി നോക്കിയപ്പോൾ എന്തൊരു പന്തികേട്, അഷ്ടവസുക്കൾ വന്ന് മൃഷ്ടാന്നം കഴിഞ്ഞ് പോയോടുകൂടിയിട്ട് ഇവിടെ എന്താ പറ്റിയേ നോക്കുമ്പോൾ എന്താ പശുവിനെ കാണാനില്ല. അദ്ദേഹം ജ്ഞാനദൃഷ്ടിയൊക്കെ ഉള്ള ആളാണ് വസിഷ്ഠ മഹർഷി, ഒരുപാട് തപശക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിന് നോട്ടത്തിൽ കാര്യം മനസ്സിലായി. ബട വാസുവേ, ആവൻ നെയ്യാണല്ല എൻ്റെ പശുവിനെ കൊണ്ടുപോയേ എന്ന് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം ശപിച്ചതെന്നാ. ഇപ്പം ദേവന്മാരായിട്ട് സുഖസുന്ദരന്മാരായിട്ട് ആരോഗ്യത്തോടു കൂടിയൊക്കെ നിങ്ങൾ ജീവിക്കുക. നിങ്ങളൊക്കെ ഭൂമി പോയി മനുഷ്യരാവട്ടെ. മനുഷ്യർക്ക് ദുഃഖങ്ങളില്ലേ, രോഗങ്ങളില്ലേ, കഷ്ടപ്പാടുകളില്ലേ, ഇഷ്ടപ്പെട്ട എല്ലായ്പ്പോഴും കിട്ടിയെന്ന് പറ്റില്ല. നിങ്ങൾ ഈ ദേവന്മാരായിരിക്കുമ്പോൾ ഈ കുസൃതി കാണിക്കേണ്ട വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടി ശപിച്ചു. അപ്പോഴത്തേക്ക് അവരെല്ലാവരും കാലേ കിടന്ന് മഹർഷിയുടെ കാലേ വീണു നമസ്കരിച്ചു. ശാപമോക്ഷം തരണേ, ശാപമോക്ഷം തരണേ, ശാപമോക്ഷം തരണേ. അപ്പം മഹർഷി പറഞ്ഞു, ശാപമോക്ഷം തരാം, പക്ഷേ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാതെ പറ്റില്ല. ജനിക്കണം, കഷ്ടപ്പെടാണ്ട് ഉടനെ മരിക്കുകയാണെങ്കിൽ കഷ്ടപ്പെടാതെ കഴിക്കാം. പക്ഷെ ആപൻ നീ കഷ്ടപ്പെടാണ്ട് പറ്റില്ല, നീയാണ് പശുവിനെ മോഷ്ടിച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി, ആപൻ ഒഴികെ ബാക്കിയുള്ള 7 പേരും ജനിച്ച ഉടനെ മരിച്ചോട്ടെ. കഷ്ടപ്പെടാതെ വീണ്ടും ദേവനായിട്ട് വരാം, സ്വർഗത്തിലേക്ക് അഷ്ടവസുവായിട്ട് വരാം. ആപൻ അയാൾ മനുഷ്യനായിട്ട് അവിടെ കിടന്ന് ജീവിച്ച് കഷ്ടപ്പെട്ട് ദുഃഖിച്ച് ഒടുക്കം കുറെ കഴിഞ്ഞിട്ട് തന്നെ മരിച്ചാൽ മതിയെന്ന്. അങ്ങനെ
ഈ 7 പേരും ചെന്ന് ഗംഗാദേവിയെ കണ്ടു. അപ്പോഴാണ് ശന്തനും ഗംഗാദേവിയും തമ്മിൽ ഒരു വിവാഹം നടന്നത്. അപ്പോൾ ഇങ്ങനൊരു കരാറ്, എന്ത്, എന്നോടൊരു കഷ്ടതയും പറയരുത്, അരുതെന്ന് പറയരുത്. ഞാൻ ചെയ്തതിന് എന്തെങ്കിലും ചോദ്യം ചെയ്യുകയോ കുറ്റം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, ഞാൻ അപ്പം കൊട്ടാരം വിട്ടു പോകും എന്നും സമ്മതിച്ച് രാജാവ് ഗംഗാദേവിയെ വിവാഹം ചെയ്ത് അങ്ങനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുചെന്നു. രാജകീയമായ സുഖഭോഗങ്ങളോടെ ഗംഗാദേവിയും ശന്തനും മഹാരാജാവും രാജകൊട്ടാരത്തിൽ ജീവിച്ചു. അങ്ങനെ ആ സുഖമായ ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ ഗംഗാദേവി പ്രസവിച്ചു സുന്ദരനായൊരു കുട്ടിയെ, ഒരാൺകുട്ടി. രാജാവിന് വലിയ സന്തോഷമായി, രാജ്യത്തെ പ്രജകൾക്കൊക്കെ സന്തോഷമായി. തങ്ങളുടെ രാജാവിനൊരു പുത്രൻ ജനിച്ചേക്കണു, തങ്ങളുടെ രാജ്യം ഭരിക്കാനുള്ള ഭാവിയിലെ വാഗ്ദാനമാണ് ഈ കുട്ടൻ എന്നൊക്കെ വിചാരിച്ചു രാജകുമാരൻ. പ്രസവമൊക്കെ കഴിഞ്ഞു. ആ പ്രസവത്തിൻ്റെ ആലസ്യമൊക്കെ കഴിഞ്ഞു. കുട്ടിയൊക്കെ കുളിപ്പിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടൊക്കെ കിടത്തി. ഗംഗാദേവി അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു, കുട്ടി അങ്ങോട്ട് എടുത്തു. കൊട്ടാരത്തിൻ്റെ താഴെ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുലംകുത്തി ഒഴുകുന്ന ഗംഗാനദിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അത് എവിടേക്കാണ് പോകണേ? ദേവി ദേവി ഗംഗാദേവി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജാവ് പരിവാരങ്ങളൊക്കെ ചെന്നു. ഒരാളോടും ഒരക്ഷരം അറിയാതെ, ആരും തന്നെ വിളിക്കണമെന്ന് ഒന്നും അറിയാതെ ദേവി അങ്ങനെ അങ്ങോട്ട് ചെന്ന് ശക്തിയായ കുത്തൊഴുക്കോടുകൂടി ഒഴുകുന്ന ഗംഗാനദിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി തൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടി വലിച്ചങ്ങോട്ട് പുഴയിലേക്ക്. അയ്യോ! ആൾക്കാരൊക്കെ എന്താ കാണിച്ചേ, മഹാറാണി എന്തായി ചെയ്തേ, വേഗം ചെന്ന് രാജാവിനെ വിവരം അറിയിച്ചു കഴിഞ്ഞ് രാജാവ് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയെ പുഴയിൽ എറിയത് കഴിഞ്ഞ് കുട്ടി തുള്ളിച്ചാടി വെള്ളം ഒഴുകി പോകുന്ന വെള്ളത്തിൽ ഒലിച്ചങ്ങോട്ട് പോവുകയും ചെയ്തു. രാജാവ് ചെന്ന് എന്താണ് ചോദിക്കാൻ, എന്താ ഈ ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് റാണിയോട് മുമ്പിൽ ചെന്നിട്ട് ദേവി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഗംഗാദേവി മിണ്ടി പോകരുത്, എന്താ കരാറ്, ഞാൻ വിവാഹം കഴിഞ്ഞ് കൊട്ടാരത്തിൽ വരുമ്പോൾ എന്നോട് ഒരു കാര്യം അരുതെന്ന് പറയരുത്, എൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവൻ്റെ ചോദ്യം ചെയ്യണം, എന്നാൽ ഞാൻ പോവുകയുന്നു. അയ്യോ പോലെ ദേവി പോലെ എന്ന് വേഗം കൊട്ടാരത്തിലേക്ക് നീ കയറിപ്പോകും. ഇങ്ങനെ ഒന്നും സംഭവിച്ച മട്ടില്ല. പ്രസവിച്ചു എന്നും ആ കുട്ടിയെ ഗംഗയിൽ ഒഴുക്കി എന്നും പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നും ഒന്നുമുള്ള വിചാരമില്ല. ഗംഗാദേവി ശന്തനു മഹാരാജാവിൻ്റെ പട്ടമഹിഷിയായി കൊട്ടാരത്തിൽ ജീവിതം തുടങ്ങി. രണ്ടാമതും ഗർഭിണിയായി. ദേവി പ്രസവിച്ചു നല്ലൊരാൺകുട്ടി. ആദ്യത്തെ കുട്ടിക്ക് എന്താണോ സംഭവിച്ചത്, പ്രസവം കഴിഞ്ഞ് കുട്ടിയെ എടുത്തു ദേവി പുഴയിലേക്ക് ഇറങ്ങി. അങ്ങനെ 1 2 3 4 5 6 7 കുട്ടികളെ, 7 ആൺകുട്ടികളെ, 7 പുത്രന്മാരെ ഗംഗാദേവി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. രാജാവിന് സഹിക്കാൻ പറ്റണ്ട ഈ ദുഃഖം. ഒരൊറ്റ പുത്രനെ തനിക്ക് വളർത്താൻ തരില്ല എന്നുണ്ട്. ഇതെന്തൊരമ്മയാണപ്പോൾ അത്? ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളെ മുഴുവൻ ഗംഗാ നദിയിലേക്ക് വലിച്ചെറിയണേ. ആ കുട്ടികളെ കൊല്ലേണ്ട വല്ലൊരു കാര്യമുണ്ട്. 8ാമതും ദേവി ഗർഭമായി. അപ്പോൾ ഉടനെ രാജാവ് ഇത്തവണ ഞാൻ സമ്മതിക്കില്ല, പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ഞാൻ എടുത്ത് കയ്യെ പിടിക്കും. ദേവിക്ക് കുട്ടക്കില്ല. ഇവനെ തന്നെങ്കിലും എനിക്ക്, ഈ കുട്ടിയെ തന്നെങ്കിലും എനിക്കൊന്ന് വളർത്തണം, എൻ്റെ മകനായിട്ട് തന്നെ വളർത്തണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു? പ്രസവം അങ്ങനെ കാത്തു നിന്നപ്പോഴേക്കും ഇവർക്കൊക്കെ വയസ്സ് പ്രായമൊക്കെ ആയി തുടങ്ങി. 8ാമത്തെ പുത്രനെയും ഗംഗാദേവി പുഴയിലേക്ക് എറിയാനായിട്ട് അങ്ങോട്ട് എടുത്തു. കുട്ടിയെ കയ്യിലെടുത്തു. ഒരടി വെച്ച് 2 അടി വെച്ചപ്പോഴത്തേക്കും രാജാവ് 2 കൽപ്പിച്ചു ചെന്ന് പിടിച്ചു. സാധ്യമല്ല, ഈ കുട്ടിയെ പുഴയിലെറിയാൻ ഞാൻ സമ്മതിക്കില്ല, ഈ കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിച്ചപ്പോൾ ദേവി അങ്ങ് എന്നെ ചോദ്യം ചെയ്യണം, ഞാൻ പോവുകയാണ് കേട്ടോ, ഇനി ഞാനിവിടെ നിൽക്കണില്ല. അപ്പം എന്താ, വസുക്കൾ ചെന്ന് പ്രാർത്ഥിച്ചതനുസരിച്ച് 7 വസുക്കളെയും മനുഷ്യജന്മം വേഗം അങ്ങോട്ട് തീർത്തു കൊടുത്തു ഗംഗാദേവി. 8ാമത്തവൻ അവൻ എന്ന വസുവാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. അവൻ കുറച്ച് നാളും മനുഷ്യനായി ജീവിച്ച് കഷ്ടപ്പെടാണ്ട് കഴിയില്ല എന്നാണ് വസിഷ്ഠ മഹർഷി ശ്രമിച്ചേക്കണം.
അങ്ങനെ ആപൻ എന്ന വസുവിനെ ഗംഗാദേവി പിന്നീട്, ഇല്ല ഞാൻ പുഴയിലേക്ക് എറിയുന്നില്ല, പക്ഷേ ഈ മകനെ അങ്ങേക്ക് ഞാൻ കൊണ്ടുത്തരാം, ഇപ്പോൾ ഈ കുട്ടിയെ വളർത്താൻ അങ്ങേക്ക് ബുദ്ധിമുട്ടോ, എന്നോടൊപ്പം ഞാൻ ഗംഗാദേവിയാണ്, സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ഞാൻ വളർത്തി എല്ലാ ആയുധശാസ്ത്രങ്ങളും വേദങ്ങളും കാര്യങ്ങളും എല്ലാം വേണ്ടത്ര വിദ്യാഭ്യാസം നൽകി 16 വയസ്സ് തികയുമ്പോൾ ഞാൻ അങ്ങേക്ക് കൊണ്ടുത്തരാം എന്ന് പറഞ്ഞ് പുത്രനെയും കൊണ്ട് ഗംഗാദേവി പോവുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക്. ഗംഗാദേവി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടത്തിയിട്ടോ, വാക്കു പാലിച്ചു കേട്ടോ. 16 വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഗംഗയിൽ നിന്ന് കിട്ടിയ ഗംഗാദേവി കൊടുത്ത പുത്രൻ എന്നുള്ള നിലയ്ക്ക് ഗംഗാദത്തൻ എന്ന പേരിൽ ശന്തനു മഹാരാജാവിന് പുത്രനെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഈ ഗംഗാദത്തനാണ് ഭീഷ്മർ എന്ന പേരിൽ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിച്ചത്. അതാണ് കേട്ടോ കഥ. ഇപ്പം എന്താണ്, ഈ അമ്മയെ മക്കളെ പുഴയിൽ എറിയുന്ന അമ്മ ആരായിരുന്നു? ഗംഗാദേവി. ആ മക്കളുടെ അച്ഛനാരായിരുന്നു? ശന്തനു മഹാരാജാവ്. ശന്തനു മഹാരാജാവിൻ്റെ 7 പുത്രന്മാരെയും ഗംഗാദേവി പുഴയിൽ എറിഞ്ഞു. 8ാമത്തെ പുത്രനാണ് ഗംഗാദത്തൻ എന്ന പേരിൽ. അദ്ദേഹമാണ് പിന്നീട് നമ്മുടെ മഹാഭാരത കഥയിലെ ഭീഷ്മരായിട്ട് ജീവിച്ചത്. ഭീഷ്മർ എന്നുള്ള പേര് അദ്ദേഹത്തിന് എന്താ കാരണം കിട്ടാമെന്നറിയാമോ? ആ കഥ ഞാൻ ഒരു ദിവസം പറയാം. ഭീഷ്മങ്ങളായ ഉഗ്രങ്ങളായ 2 ശപഥം ചെയ്തു അദ്ദേഹം ജീവിതത്തിൽ. അതുകൊണ്ട് ആ ഉഗ്ര ശപഥങ്ങൾ ചെയ്ത ഗംഗാദത്തനാണ് പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ ഭാരതത്തിൽ ജീവിച്ചത്. പുഴയിലെറിയുന്ന അമ്മയാരാണ്? മക്കളെ പുഴയിലെറിയുന്ന അമ്മയാരാണ്? ഗംഗാദേവി. അവരുടെ അച്ഛനാരാണ്? ശന്തനു മഹാരാജാവ്. അവരിൽ തന്നെ 8ാമത്തെ വസുവായ ആപനാണ്. ആപൻ ഗംഗാദത്തൻ ഭീഷ്മരായിട്ട് ജീവിച്ചത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ. മഹാഭാരതത്തിലെ ഭീഷ്മരുടെ കഥയാണത്. മറ്റുള്ളവർക്ക്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. മഹാഭാരതം നമ്മുടെ ഇതിഹാസമാണ്.